ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ശനി ഞായറായതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ എല്ലാ ദിവസവും വരുന്ന പോലെ വന്നു. അപ്പം ഞാൻ രാവിലെ വീട്ടിൽ തലേ ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടിട്ടുണ്ടായതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് വന്ന് ചേട്ടൻ രാവിലെ തന്നെ ചേട്ടൻ ഓഫായതുകൊണ്ട് ചേട്ടൻ്റെ വീട്ടിലോട്ടും പോയി. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഇവന്മാരെ കണ്ടു. എൻ്റെ വീട്ടിൽ ആടുണ്ട്, പശു, പട്ടിക്കോഴി എല്ലാം ഉണ്ട്. അതുകൊണ്ട് രസമാണ് വീട്ടിൽ. ഇതാണ് എൻ്റെ ജോൺസി ടുപ്പ്. ഇവന്മാർ കുറച്ച് ടെററാണ്, പക്ഷെ ഞാനുമായിട്ടൊക്കെ ഓക്കെ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ മാവ് പൂത്തത് കണ്ടത്. അപ്പം നിങ്ങളൊന്ന് കാണിച്ചാൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ അടുത്തൊരു കാവുണ്ട്. അപ്പോൾ കാവിൽ ഞാനും അനിയത്തിയും അമ്മയും അപ്പച്ചിയും എല്ലാവരും കൂടെ പോയി. ശിവൻ്റെ ഒരു കാവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. നല്ല രസം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ പോയി. അവിടെ ഇരുന്ന് അവിടെ ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മയാണ് എല്ലാ ദിവസവും വന്ന് വിളക്കൊക്കെ കത്തിക്കുന്നത്. അപ്പോൾ ആ അമ്മൂമ്മ എടുത്ത് കുറേ നേരം നമ്മൾ സംസാരിച്ചു. ഇതാണ് അപ്പച്ചി. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് അമ്മയും അവരെല്ലാവരും കുടുംബത്തോട്ട് പോയി. ഇത് ഓച്ചിറ ക്ഷേത്രമാണ്. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഓച്ചിറ ക്ഷേത്രത്തിൽ വന്നു. അവിടെ കുറേ പേര് രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടി അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഓച്ചിറ അമ്പലത്തിൽ നിന്നൊക്കെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ കുടുംബത്തെത്തി. കുടുംബത്ത് നമ്മുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ നാമം ജപിക്കുന്നുണ്ടായിരുന്നു. അവർ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ശിവരാത്രി സംബന്ധമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നാമം ജപിക്കുന്നുണ്ടായിരുന്നു. കുടുംബത്തുള്ള അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദ്യക്കുട്ടി നമ്മുടെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പൂജയും അതേപോലെ ഇങ്ങനെ രാത്രിയിൽ ഇരിക്കുന്നതൊക്കെ അവന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊതുവെ ഒരു 5 മണി വരെയൊക്കെ നമ്മളിങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. അതിന് ഉറക്കം വരുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തിരുവാതിരയും ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. മാമൻ്റെ ഒരു രായമാവനാണ്. മാമൻ കുറച്ചൊരു ഫോമിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഉറക്കം വരുന്ന സമയത്ത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിറ്റേ ദിവസം നമ്മുടെ അമ്മ വീട്ടിൽ പോയി. അപ്പോൾ നമ്മുടെ കുറേ പേരൊക്കെ നമ്മുടെ റബ്ബർ വാഴയൊക്കെ നടന്നിടത്ത് ഇങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടിട്ടുണ്ട്. അവർക്ക് ഞായറാഴ്ച ചേട്ടനോടൊക്കെ ഞങ്ങൾ തിരിച്ച് പള്ളിശ്ശേരിക്കിലെ ചേട്ടൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ തിരടിയും പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഉപ്പിലിടാനായിട്ടുള്ള പുളിയും അങ്ങനെയൊക്കെ ഇട്ട് കുറേ നേരമൊക്കെ അങ്ങനെ വീട്ടിൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് പോവുമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ.